നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ജനനമാസം നോക്കി നമ്മുടെ ലൈഫ് പറയുന്നുള്ളത്. അത് ശരിയാണെന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷെ ചിലതൊക്കെ ശരിയാവും. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിനോട് കമ്പയർ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ജനനമാസവും ലൈഫും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സോ ഇനി ഒട്ടും സമയം കളയാതെ ലേറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ജനനമാസം കമന്റ് ചെയ്യുക. ആൻഡ് നമ്പർ 1 ജനുവരി. ഈ മാസത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ ഉദാര മനസ്കരാണ്. അവർ ഭയമുള്ളവരും സ്വന്തം നേട്ടത്തിനായിട്ട് ആരെയും വേദനിപ്പിക്കാത്തവരുമായിരിക്കും. കൂടാതെ അവർ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായിട്ട് സ്വയം പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. ഇവർ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ജനുവരിയിൽ ജനിച്ചവർ ഒരിക്കലും വെല്ലുവിളിയെ ഭയപ്പെടുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും തൽക്ഷണം പരിഹാരം ഉണ്ടാക്കുകയും എല്ലാ ജോലികൾക്കും സ്വയം പ്രചോദിപ്പിക്കാൻ കഴിവുള്ളവരിൽ പെട്ടവരുമായിരിക്കും ഇത്തരം ആളുകൾ. ഇനി നിങ്ങൾ ജനുവരി മാസത്തിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്പർ 2 ഫെബ്രുവരി. ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകൾ ഉറച്ച മനസ്സുള്ളവരാണ്. അതായത് ഏത് പ്രശ്നം വന്നാലും അത് നേരിടാനായിട്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് പൊരുതുന്നവരായിരിക്കും. മാത്രമല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉറച്ച വിശ്വാസങ്ങളും തീരുമാനങ്ങളും എടുക്കാനായിട്ട് കഴിയുന്നവരായിരിക്കും ഇത്തരം ആളുകൾ. ബുദ്ധി രാക്ഷസന്മാർ എന്നിവരെ വിശേഷിപ്പിക്കാം. അസാധ്യമായ ബുദ്ധിശക്തിയും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരുമായിരിക്കും ഇത്തരം ആളുകൾ. ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവർ മാതാപിതാക്കളോട് ഏറെ സ്നേഹം കാണിക്കുന്നവരായിരിക്കും. നമ്പർ 3 മാർച്ച്. മാർച്ച് മാസത്തിൽ ജനിച്ച ആളുകൾ എന്തിനോടും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകുന്നവരായിരിക്കും. മാത്രമല്ല തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും അകന്ന് സ്വസ്ഥതയോടെ ജീവിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ഏത് കാര്യം അറിയാനും താല്പര്യപ്പെടുന്നവരാണ് ഇവർ എന്നതാണ് മറ്റൊരു പ്രത്യേകത. സ്നേഹത്തിലും ബന്ധങ്ങളിലും അനേകം സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും ഇത്തരം ആളുകൾ. ഇവരുടെ നിറഞ്ഞ പുഞ്ചിരി ഇവരെ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് കാരണമാകും. ഇത്തരം ആളുകളെ ചതിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിവുള്ളവരായിരിക്കും ഇത്തരം ആളുകൾ. നമ്പർ 4 ഏപ്രിൽ. ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാണ്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, സ്വന്തമായി പണം ഉണ്ടാക്കുന്നവരും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇത്തരം ആളുകൾ. മാത്രമല്ല തങ്ങളാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. തർക്കിക്കാൻ നിൽക്കില്ലെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഇവർ ഇതിൽ നിന്നും പുറകോട്ട് പോകില്ല. മാത്രമല്ല ഇത്തരക്കാരെ പുതിയ അറിവുകൾ നേടാനും പുതിയ കാര്യങ്ങൾ അറിയാനും എല്ലാം താല്പര്യപ്പെടുന്നു. ഇതിനായി ഏത് പരിധിക്കപ്പുറം പോകാനും ഇവർ തയ്യാറാണ്. നമ്പർ 5 മെയ്. മെയ് മാസത്തിൽ ജനിച്ച ആളുകൾ ആത്മവിശ്വാസമുള്ളവരും മാത്രമല്ല ദൈവവിശ്വാസി കൂടിയായിരിക്കും ഈ മാസം ജനിച്ചവര്. കഠിന ഹൃദയമുള്ളവരും ദുർവാശിയുള്ളവരുമായിരിക്കും ഇത്തരക്കാര്. ഇവര് കഠിനാധ്വാനികളും യാത്ര ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഉയർന്ന ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമ്പർ 6 ജൂൺ. ജൂൺ മാസത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ കൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. മാത്രമല്ല ഇവര് സെൻസിറ്റീവ് ആയിരിക്കും. മാത്രമല്ല ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സംസാരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഒരാളെ കണ്ടാൽ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നവരും അതുപോലെ തന്നെ ഇമോഷണലി ഹൈഡ് ചെയ്യുന്നവരായിരിക്കും ഇത്തരം ആളുകൾ. കൂടാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഹേർട്ട് ആവുന്നവരായിരിക്കും. നമ്പർ 7 ജൂലൈ. ജൂലൈ ജനിച്ച ആളുകൾ പൊതുവെ കെയറിംഗ് ആൻഡ് സിമ്പതി ഉള്ള ആളുകളായിരിക്കും. കൂടാതെ അവരുടെ അടുത്തുള്ള സുഹൃത്തുക്കളെ അവർ നന്നായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അലോൺ ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. മാത്രമല്ല ഹോണസ്റ്റ് ആയിട്ടുള്ളവരും ചെറുതായിട്ട് റിവെഞ്ച് ടെൻഡൻസി ഉള്ളവരുമായിരിക്കും ഇത്തരം ആളുകൾ. നമ്പർ 8 ഓഗസ്റ്റ്. ഓഗസ്റ്റിൽ ജനിച്ച ആളുകൾ എല്ലാവരെയും പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയും ഒപ്പമുള്ള ആളുകളെ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല ഇവർക്ക് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. കൂടാതെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളും എന്ത് പ്രശ്നം വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടാനായിട്ട് കഴിയുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടാനും ചാൻസ് ഉണ്ട്. നമ്പർ 9 സെപ്റ്റംബർ. സെപ്റ്റംബറിൽ ജനിച്ച ആളുകൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർ എന്തൊരു കാര്യം വന്നാലും കെയർഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ വളരെയധികം ലോയർ ആയിരിക്കും. ഒപ്പമുള്ളവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരുമായിരിക്കും ഇത്തരം ആളുകൾ. നമ്പർ 10 ഒക്ടോബർ. ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ നല്ല വാശിയുള്ളവരായിരിക്കും. അതായത് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നല്ലപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. എല്ലാത്തിനും ആർഗ്യൂ ചെയ്യുന്ന ലീഡർ പൊസിഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത്തരം ആളുകൾ. മാത്രമല്ല എപ്പോഴും സ്വന്തം അഭിപ്രായം തുറന്നു പറയാനായിട്ട് മടിക്കാത്തവരായിരിക്കും ഇത്തരം ആളുകൾ. നമ്പർ 11 നവംബർ. നവംബർ മാസത്തിൽ ജനിച്ച ആളുകൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എപ്പോഴും വിജയിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരും റൊമാൻറ്റിക്, സെൻസിറ്റീവ്, ഇമോഷൻ ഇതെല്ലാം ഇവരുടെ സവിശേഷതകളാണ്. പെട്ടെന്ന് തന്നെ സങ്കടപ്പെടാനും ചാൻസ് കൂടുതലാണ്. നമ്പർ 12 ഡിസംബർ. ഡിസംബർ മാസത്തിൽ ജനിച്ച ആളുകൾ എപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നവരും മാത്രമല്ല അലോൺ ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും. എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഹാർഡ് വർക്ക്, ഹോണസ്റ്റ്, അട്രാക്റ്റീവ് ഇതെല്ലാം അവരുടെ പ്രത്യേകതയാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ മാസവും ആ മാസത്തിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ
സവിശേഷതയും പറഞ്ഞു. ഇതെല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.